മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും പറ്റി ഇന്ന് പഠിക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തേത് 16ാമത്തെ നിയമസഭയാണ്. 16ാം നിയമസഭയാണ് ഇപ്പോഴത്തേത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പറവൂറാണ് വി.ഡി. സതീശൻ്റെ നിയോജക മണ്ഡലം. ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നമുക്ക് നോക്കാം. പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം. പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം ഇവയാണ് വി.ഡി. സതീശൻ്റെ വകുപ്പുകൾ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പറവൂരാണ്. വകുപ്പുകൾ പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം. ഇനി മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയുമാണ് വി.ഡി. സതീശൻ. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നമുക്കറിയാം, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ. അപ്പം മുഴുവൻ പേരൊക്കെ ഓർത്തിരിക്കുക. ഇനി ഈ 16ാം നിയമസഭ ചുമതലയേറ്റ ഡേറ്റ് ഓർക്കണം. 2026 മെയ് 18-നാണ്. 2026 മെയ് 18-നാണ് 16ാം നിയമസഭ ചുമതലയേറ്റത്. ഇദ്ദേഹത്തിൻ്റെ വി.ഡി. സതീശൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ബുക്കാണ് ആദം നീ എവിടെയാകുന്നു എന്നുള്ളത്. വി.ഡി. സതീശൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ അതൊക്കെ കറണ്ട് അഫേഴ്സിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വി.ഡി. സതീശൻ്റെ ബുക്കാണ് ആദം നീ എവിടെയാകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 16ാമത്തെ നിയമസഭയാണ് ഇപ്പോഴത്തേത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പറവൂര്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് പൊതുഭരണം, ധനകാര്യം, നിയമം, തുറമുഖം. മുഖ്യമന്ത്രിയാവുന്ന 13ാമത്തെ വ്യക്തിയും കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയുമാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിൻ്റെ ബുക്കാണ് ആദം നീ എവിടെയാകുന്നു. ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് ഹരിപ്പാട്. അപ്പോൾ ഓർക്കുക, രമേശ് ചെന്നിത്തല, നിയോജക മണ്ഡലം ഹരിപ്പാട്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ആഭ്യന്തരം, വിജിലൻസ്. ഇനി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിയോജക മണ്ഡലം മലപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് വ്യവസായവും ഐ.ടിയും. വ്യവസായം, ഐ.ടി എന്നിവ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം മലപ്പുറം ആണ്. അപ്പം രമേശ് ചെന്നിത്തല ഹരിപ്പാട്, ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറം നിയോജക മണ്ഡലം വ്യവസായം, ഐ.ടി. എക്സൈസ്, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എം ലിജു ആണ്. എക്സൈസ്, സഹകരണം. ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് കായംകുളം. അപ്പോൾ എം ലിജു നിയോജക മണ്ഡലം കായംകുളം. എക്സൈസ്, സഹകരണം എന്നിവ എം ലിജു നിയോജക മണ്ഡലം കായംകുളം. അടുത്തത് തദ്ദേശ സ്വയംഭരണം. അത് കെ എം ഷാജിയാണ് കൈകാര്യം ചെയ്യുന്നത്. കെ എം ഷാജി, തദ്ദേശ സ്വയംഭരണം. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം വേങ്ങര. കെ എം ഷാജി, നിയോജക മണ്ഡലം വേങ്ങര. വകുപ്പ് തദ്ദേശ സ്വയംഭരണം. ഇനി പൊതുമരാമത്ത് മന്ത്രിയാണ് പി കെ ബഷീർ. പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീറാണ്. നിയോജക മണ്ഡലം ഏറനാട്. ഒന്നും കൂടി നോക്കാം. എക്സൈസ്, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എം ലിജു ആണ്. നിയോജക മണ്ഡലം കായംകുളം. അതുപോലെ തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്നത് കെ എം ഷാജി. നിയോജക മണ്ഡലം വേങ്ങര. പൊതുമരാമത്ത് പി കെ ബഷീറാണ്. നിയോജക മണ്ഡലം ഏറനാട്. ഇത് സണ്ണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പേരാവൂറാണ്. സണ്ണി ജോസഫിൻ്റെ നിയോജക മണ്ഡലം പേരാവൂർ. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതാണ്? വൈദ്യുതി, പരിസ്ഥിതി എന്നിവ സണ്ണി ജോസഫിൻ്റെ വകുപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ഏതാണ്?
പേരാവൂർ. ഷിബു ബേബി ജോൺ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് ഷിബു ബേബി ജോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ചവറയാണ്. ഷിബു ബേബി ജോണിൻ്റെ നിയോജക മണ്ഡലം ചവറയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് വനം വന്യജീവി സംരക്ഷണം. സണ്ണി ജോസഫിൻ്റെ വൈദ്യുതി പരിസ്ഥിതി നിയോജക മണ്ഡലം പേരാവൂർ. ഷിബു ബേബി ജോണിൻ്റെ ചവറയാണ് നിയോജക മണ്ഡലം. വകുപ്പുകൾ വനം വന്യജീവി സംരക്ഷണം. എൻ ഷംസുദ്ദീൻ ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം മണ്ണാർക്കാടാണ് എൻ ഷംസുദ്ദീൻ്റെ നിയോജക മണ്ഡലം. ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, ന്യൂനപക്ഷ വികസനം. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? എൻ ഷംസുദ്ദീനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പോൾ അങ്ങനെ തന്നെ ഓർത്തിരിക്കണം കേട്ടോ. കാര്യം വേറെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേറെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് എൻ ഷംസുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം മണ്ണാർക്കാട്. വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, ന്യൂനപക്ഷ വികസനം. പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, ന്യൂനപക്ഷ വികസനം. എൻ ഷംസുദ്ദീൻ, നിയോജക മണ്ഡലം മണ്ണാർക്കാട്. അടുത്തത് കെ മുരളീധരൻ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം വെട്ടിയൂർക്കാവാണ് കെ മുരളീധരൻ്റെ നിയോജക മണ്ഡലം. വകുപ്പുകൾ ആരോഗ്യം, ദേവസ്വം എന്നിവയാണ് കെ മുരളീധരൻ്റെ വകുപ്പുകൾ. നിയോജക മണ്ഡലം വെട്ടിയൂർക്കാവ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനാണ്. നിയോജക മണ്ഡലം മണ്ണാർക്കാട്. അദ്ദേഹത്തിൻ്റെ വേറെ വകുപ്പുകൾ ഹജ്ജ്, ന്യൂനപക്ഷ വികസനം എന്നിവയാണ്. അപ്പോൾ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, ന്യൂനപക്ഷ വികസനം എന്നിവ എൻ ഷംസുദ്ദീൻ്റെ വകുപ്പുകളാണ്. നിയോജക മണ്ഡലം മണ്ണാർക്കാട്. ഇനി ആരോഗ്യം, ദേവസ്വം എന്നിവ കെ മുരളീധരൻ്റെ വകുപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം വെട്ടിയൂർക്കാവ് കെ മുരളീധരൻ. ആരോഗ്യം, ദേവസ്വം. ഇനി ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് മോൻസ് ജോസഫ്. ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കടുത്തുരുത്തി നിയോജക മണ്ഡലമാണ് മോൻസ് ജോസഫിൻ്റേത്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ജലവിഭവമാണ്. ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? CP ജോണാണ്. തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം. വകുപ്പ് ഗതാഗതം. അപ്പോൾ ഗതാഗതം എന്ന് പറയുമ്പോൾ ജോൺ എന്നുള്ളത് നമുക്ക് ഹോൺ എന്നായിട്ട് ഓർത്തിക്കും. ഹോൺ ഉള്ളത് വാഹനങ്ങൾക്കൊക്കെയാണല്ലോ ഹോൺ ഉള്ളത്. അപ്പോൾ ഗതാഗതം എന്ന് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് വരാൻ പറ്റും. CP ജോൺ ഹോൺ എന്നോർത്തിരുന്നാൽ മതി. അപ്പോൾ ജോൺ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം. ഇനി അനൂപ് ജേക്കബ് പിറവമാണ് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, അതുപോലെ ലീഗൽ മെട്രോളജി ഇതൊക്കെയാണ് അനൂപ് ജേക്കബിൻ്റെ വകുപ്പുകൾ. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി അനൂപ് ജേക്കബിൻ്റെ വകുപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പിറവമാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. മോൻസ് ജോസഫ് കടുത്തുരുത്തി നിയോജക മണ്ഡലം. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ജലവിഭവം. CP ജോൺ തിരുവനന്തപുരം നിയോജക മണ്ഡലം. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഗതാഗതം. അനൂപ് ജേക്കബ് പിറവമാണ് നിയോജക മണ്ഡലം. വകുപ്പുകൾ ഏതൊക്കെയാണ്? ലീഗൽ മെട്രോളജി. ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് PC വിഷ്ണുനാഥ് ആണ്. PC വിഷ്ണുനാഥ്. ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കുണ്ടറയാണ്. അപ്പോൾ PC വിഷ്ണുനാഥ് നിയോജക മണ്ഡലം കുണ്ടറ. വകുപ്പുകൾ ഏതൊക്കെയാണ്? ടൂറിസം, സാംസ്കാരികം PC വിഷ്ണുനാഥ് നിയോജക മണ്ഡലം കുണ്ടറ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി M ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി M ജോൺ. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് അങ്കമാലി. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ, നിയോജക മണ്ഡലം അങ്കമാലി.
അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് എൻ ഷംസുദ്ദീൻ. രണ്ടും പോകരുത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി എം ജോണും. ഇനി വനിതാ ശിശുക്ഷേമം അതുപോലെ തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു കൃഷ്ണയാണ്. വനിതാ ശിശുക്ഷേമം അതുപോലെ തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു കൃഷ്ണ. അവരുടെ നിയോജക മണ്ഡലമാണ് കൊല്ലം. അപ്പോൾ ടൂറിസം സാംസ്കാരികം PC വിഷ്ണുനാഥ്, അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കുണ്ടറ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, നിയോജക മണ്ഡലം അങ്കമാലി. വനിതാ ശിശുക്ഷേമം തൊഴിൽ എന്നിവ ബിന്ദു കൃഷ്ണയുടെ വകുപ്പുകളാണ്, നിയോജക മണ്ഡലം കൊല്ലം. എക്സൈസ് സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എം ലിജു ആണ്. എക്സൈസ് സഹകരണം, ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് കായംകുളം. അപ്പോൾ എം ലിജു നിയോജക മണ്ഡലം കായംകുളം. എക്സൈസ് സഹകരണം എന്നിവ എം ലിജു, നിയോജക മണ്ഡലം കായംകുളം. അടുത്തത് തദ്ദേശ സ്വയംഭരണം, അത് KM ഷാജിയാണ് കൈകാര്യം ചെയ്യുന്നത്. KM ഷാജി, തദ്ദേശ സ്വയംഭരണം, അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം വേങ്ങര. KM ഷാജി, നിയോജക മണ്ഡലം വേങ്ങര, വകുപ്പ് തദ്ദേശ സ്വയംഭരണം. ഇനി പൊതുമരാമത്ത് മന്ത്രിയാണ് PK ബഷീർ. പൊതുമരാമത്ത് മന്ത്രി PK ബഷീറാണ്, നിയോജക മണ്ഡലം ഏറനാട്. ഒന്നും കൂടി നോക്കാം. എക്സൈസ് സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എം ലിജു ആണ്, നിയോജക മണ്ഡലം കായംകുളം. അതുപോലെ തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്നത് KM ഷാജി, നിയോജക മണ്ഡലം വേങ്ങര. പൊതുമരാമത്ത് PK ബഷീറാണ്, നിയോജക മണ്ഡലം ഏറനാട്. ഫിഷറീസ് സാമൂഹ്യനീതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് VE അബ്ദുൾ ഗഫൂറാണ്. ഫിഷറീസ് സാമൂഹ്യനീതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് VE അബ്ദുൾ ഗഫൂറാണ്. ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കളമശ്ശേരിയാണ്. ഇദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. അടുത്തത് T സിദ്ദിഖ്. കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് T സിദ്ദിഖാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൽപ്പറ്റയാണ്. അപ്പോൾ കൃഷി, മൃഗസംരക്ഷണം എന്നിവ കൈകാര്യം ചെയ്യുന്നത് T സിദ്ദിഖ്. അപ്പോൾ ഏതൊരു സിനിമയിലുണ്ട് സിദ്ദിഖ് കൃഷി ഓഫീസറായിട്ട്, അപ്പോൾ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കൃഷി, മൃഗസംരക്ഷണം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് T സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൽപ്പറ്റ. ഇനി പട്ടികജാതി പട്ടികവർഗ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് KA തുളസി. അപ്പോൾ KA തുളസിയുടെ വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം. അവരുടെ നിയോജക മണ്ഡലമാണ് കോങ്ങാട്. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസനം അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് KA തുളസി. നിയോജക മണ്ഡലം കോങ്ങാടാണ്. കായികം, യുവജന കാര്യം എന്നിവ OJ ജനീഷിൻ്റെ വകുപ്പാണ്. കായികം, യുവജന കാര്യം. ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം കൊടുങ്ങല്ലൂരാണ് OJ ജനീഷിൻ്റെ നിയോജക മണ്ഡലം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഫിഷറീസ് സാമൂഹ്യനീതി എന്നീ വകുപ്പുകൾ VE അബ്ദുൾ ഗഫൂറാണ് കൈകാര്യം ചെയ്യുന്നത്. നിയോജക മണ്ഡലം കളമശ്ശേരി. കൃഷി, മൃഗസംരക്ഷണം T സിദ്ദിഖ്. T സിദ്ദിഖ്, നിയോജക മണ്ഡലം കൽപ്പറ്റ. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം KA തുളസിയാണ് കൈകാര്യം ചെയ്യുന്നത്. നിയോജക മണ്ഡലം കോങ്ങാട്. കായികം, യുവജന കാര്യം OJ ജനീഷ്. യുവജനം ജനീഷ് അങ്ങനെ കണക്ട് ചെയ്യാം. കായികം, യുവജന കാര്യം OJ ജനീഷ്, നിയോജക മണ്ഡലം കൊടുങ്ങല്ലൂർ.